കേരളത്തെ പിടിച്ചുകുലുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വിസ്താരം പൂർത്തിയായിരിക്കുകയാണ്. ഈ മാസം 26 മുതൽ പ്രതിഭാഗം വിസ്താരം തുടങ്ങും. കേസിന്റെ നാൾ വഴിയിലേക്ക്. ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടത്. ഫെബ്രുവരി 23 കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 10 അറസ്റ്റ് ചെയ്തു. പിന്നാലെ ദിലീപിനെ താരസംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി. 85 ദിവസത്തിനു ശേഷം 8ാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ 15 പ്രതികൾ. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ 2017 നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2020 ജനുവരി 30 വിചാരണ ആരംഭിച്ചു. 4.5 വർഷം കൊണ്ടാണ് സാക്ഷി വിസ്താരം പൂർത്തിയായത്. ആകെ 261 സാക്ഷികളെ വിസ്തരിച്ചു. 1600 രേഖകളാണ് തെളിവിനായി ഹാജരാക്കിയത്. ആദ്യം ദിലീപിനെതിരായ മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയതുൾപ്പെടെ നിരവധി വിവാദങ്ങളും കേസിന്റെ തുടർച്ചയായി ഉണ്ടായി. വിചാരണ കോടതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് അതിജീവിത തന്നെ രംഗത്തെത്തിയിരുന്നു. ഏറെ ചർച്ചയായ ഈ കേസാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയമിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. റിസർച്ച് ഡെസ്ക് 24.